ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സിറോ മലബാർ സഭയുടെ സായാഹ്ന പ്രാർത്ഥനയിൽ നമ്മൾ ഇപ്രകാരം ഗീതം ആലപിക്കുന്നുണ്ട്. ജലമോട് തെല്ലും കലരാതെ ജലതിയിൽ നിന്ന് വിരിഞ്ഞു വരും സുരഭില വെള്ള താമര പോൽ സ്ലീഹന്മാരി ഭുവനത്തിൻ വശ്യത കണ്ട് മയങ്ങാതെ ജിതമാനസരായി ജീവിച്ചു. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈശോ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ശിഷ്യന്മാരും ലോകത്തിൻ്റെതല്ലാത്തതായി ജീവിക്കാൻ ദൈവമേ അവരെ സംരക്ഷിക്കണമേ എന്നായിരുന്നു. അങ്ങനെ തന്നെ ശിഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിച്ചു. അവർ ലോകത്തിൻ്റെതായ വ്യാമോഹങ്ങളിൽ മുഴുകാതെ, എന്നാൽ ലോകത്തിൻ്റെതായ നിയമങ്ങൾ അനുസരിച്ച് അവർ ജീവിച്ചു. ഒരു താമരപ്പൂ ജലത്തിൽ നിന്ന്, ചെളിയിൽ നിന്നൊക്കെയാണ് ഉയർന്നു വരുന്നതെങ്കിലും ആ ചെളിയോടോ ജലത്തോടോ കലരാതെ ഉയർന്നു നിൽക്കുന്നത് പോലെ അവർ ജീവിച്ചു എന്നുള്ളതാണ്. നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെതായ പൗരനായിരിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കണം. പക്ഷേ നമ്മൾ ജീവിക്കേണ്ടത് സ്വർഗരാജ്യത്തിന് വേണ്ടിയാണ്. ലോകത്തിൻ്റെതായ വ്യാമോഹങ്ങളിൽ മുഴുകാതെ സ്വർഗരാജ്യത്തിൻ്റെതായ നിയമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.